നമസ്കാരം. നമ്മൾ മലയാളികൾക്കിടയിൽ ഏറെ പരിചിതമായിട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒന്നാണ് ACV അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ എന്നുള്ളത്. ഇത് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഏത് അളവിൽ ഉപയോഗിക്കണം, ഇത് നമുക്ക് ഹെയർ കെയറിലും അതുപോലെ സ്കിന്നിൽ വരുന്ന ചില ഇൻഫെക്ഷൻസിനും അല്ലെങ്കിൽ കുരുക്കൾ വരുന്നതിനും ഒക്കെ തന്നെ ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ അതെങ്ങനെ, അതുപോലെ അമിതമായിട്ടുണ്ടാകുന്ന വെയിറ്റ് അല്ലെങ്കിൽ കുടവയറൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് ഉപകാരമാണ്. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ഇത് ഏത് അളവിൽ ഉപയോഗിക്കണം, സൈഡ് എഫക്ട്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. അപ്പം നമുക്കതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ ഡോക്ടർ സജിത ദിജീൻ. ആദ്യം തന്നെ എന്താണ് ഈ ACV എന്നുള്ളത് അറിയണ്ടേ. ഇത് നമുക്ക് ആപ്പിൾ ജ്യൂസിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാ ആപ്പിൾ സിഡാർ വിനെഗറും നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് സേഫാണോ, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. അതിനുള്ള ഉത്തരം കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഈ ആപ്പിൾ ജ്യൂസിൽ തന്നെ നമ്മൾ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് അത് ഫെർമെൻറ്റ് ചെയ്ത് പിന്നീട് അതിലെ ഷുഗർ കണ്ടന്റിനെ മാറ്റി ആൽക്കഹോൾ രൂപത്തിലാക്കി വീണ്ടും ഫെർമെൻറ്റേഷൻ നടത്തി അത് ഈ ആൽക്കഹോളിനെ തന്നെ വീണ്ടും നമ്മൾ വിനെഗറാക്കി മാറ്റുന്ന ഈ ഒരു അവസ്ഥയാണ് ആപ്പിൾ സിഡാർ വിനീഗർ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ആപ്പിൾ സിഡാർ വിനീഗറിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നല്ലേ, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണം ഞാനിവിടെ പരിചയപ്പെടുത്താം കേട്ടോ. ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ റോ ആൻഡ് അൺഫിൽറ്റേഡ് ആപ്പിൾ സിഡർ വിനീഗറാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിനെഗർ എപ്പോഴും വിത്ത് മദർ ഓഫ് വിനെഗർ എന്ന് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിന് വൈറ്റ് കളറായിരിക്കില്ല, എപ്പോഴും തന്നെ കലങ്ങിയതുപോലുള്ളൊരു കളറായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ എടുക്കേണ്ടത്. ഇനി ഇത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപേ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള സംശയം വരും. അതൊരു സാധാരണ 15 ml ആണ് എടുക്കേണ്ടത്, 3 ടീസ്പൂൺ വീതം. ഇത് നമുക്ക് ഒരു 240 ml, അതിപ്പം ഒരു 300 ml ആയാലും ഓക്കെയാണ്. ആ രീതിയിൽ വെള്ളത്തിൽ നമുക്ക് നോർമൽ വാട്ടർ ആവണം. നല്ല ചൂടുള്ള വെള്ളവും നല്ല തണുപ്പുള്ള വെള്ളവും വേണ്ട. നോർമൽ വാട്ടറിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ലഞ്ചിനോ ഡിന്നറിനോ ഒരു 30 മിനിറ്റ് മുൻപായിട്ട് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ആപ്പിൾ സിഡർ വിനെഗർ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിത് യൂറിക് ആസിഡ് പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്കും ഇത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഈ ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ പരിമിതമായിട്ടുള്ള ഉപയോഗം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനൊക്കെ ഏറെ സഹായിക്കുമെന്നിട്ടുള്ള പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. ബാക്ടീരിയ ഉൾപ്പെടെയുള്ള രോഗാണുക്കളെ ഇല്ലാതാക്കാനും ഈ ഒരു വിനാഗിരി സഹായിക്കുന്നുണ്ട്. ആളുകൾ പരമ്പരാഗതമായിട്ട് നഖം, ഫംഗസ്, പെയിൻ, അരിമ്പാറ, ചെവി അണുബാധ എന്നിവ ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി ശരീരത്തിൽ ഒക്കെ തന്നെ സന്ധികളിൽ വേദന കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് പ്രശ്നം കൊണ്ടോ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ ആവാം. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും നമ്മൾ ഉള്ളിലേക്ക് ഇതെടുക്കുന്നതുകൊണ്ട് ഗുണകരമാണ്. പിന്നെ ഇത് എങ്കിലും ചില സൈഡ് എഫക്റ്റും ഉണ്ട് കേട്ടോ. ശരിയായിട്ടുള്ള അളവിലല്ല നിങ്ങളിത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊരു അസിഡിക് മീഡിയ ആണെന്ന് ഞാൻ പറഞ്ഞു. 3 മുതൽ 4.5 വരെയാണ് ഇതിൻ്റെ pH ഉള്ളത്. അപ്പോൾ ഒരു അസിഡിക് മീഡിയ ആയതുകൊണ്ട് തന്നെ വെറും വയറിൽ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളും ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അസിഡിക് മീഡിയ ആയതുകൊണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നല്ലത് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു അരമണിക്കൂർ മുൻപായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ടോ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇനി അത് നമുക്ക് ഹെയർ കെയറിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പോണില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം ഞാനിവിടെ പറയാം. ഇതുപോലെ ഒരു കപ്പ്, നമ്മൾ കുളിക്കുന്ന കപ്പിന് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു
1 2 ടീസ്പൂണ് ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്കാൽപ്പ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കോട്ടൺ കൊണ്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ആട്രിക്കേരിയ തുടങ്ങിയിട്ടുള്ള സ്കിന്നിൽ ചൊറിച്ചിലും ഇറിറ്റേഷനും അലർജിയും ഒക്കെ ഉള്ളവർക്ക് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ചേർത്തിട്ട് ഇത് ദേഹത്തൊഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ നല്ല ആശ്വാസം കിട്ടാൻ നല്ലതാണ്. ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ആപ്പിൾ സിഡർ വിനെഗർ ഇനാമലിന് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഗ്ലാസ്സിൽ നിന്ന് പല്ല് തട്ടി കുടിക്കുന്ന ആ ഒരു രീതി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനാമൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ ഗ്യാസ്ട്രോ പാരസിസ് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മുടെ വയറ് കാലിയാവുന്നത് വൈകിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കരീന കപൂറിൻ്റെ വെയിറ്റ് ലോസ് ജേണിയെ കുറിച്ച് പറയുന്നതിനിടയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ACV ഉപയോഗിച്ചതിനെ കുറിച്ചിട്ട്. ഇത് ശരിയാണ്. നമുക്കിതിൽ സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, അസിറ്റിക് ആസിഡ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടെ ഇത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അധികം വൈറ്റമിൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് നമുക്ക് മെറ്റബോളിസത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിശപ്പ് ഉണ്ടാക്കുന്ന ഗ്രലിൻ ഹോർമോൺ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു വിശപ്പ് കൂടുതലായിട്ട് തോന്നില്ല, വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് അമിതമായിട്ട് ഫുഡ് എടുക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു കുടവയറും പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. 8 ആഴ്ചയിൽ കൂടുതലെങ്കിലും നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലൊക്കെ വ്യത്യാസം കണ്ടുവരുന്നത്. പിന്നെ ഇത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പൊട്ടാസ്യം കുറവുള്ളവർ കഴിക്കേണ്ടതില്ല. കാരണം പൊട്ടാസ്യത്തിൻ്റെ അളവ് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതല്ല, പുറമേ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ അധികം സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ അടച്ചുറപ്പുള്ള ഒരു ഏരിയയിൽ സൂക്ഷിക്കണം എന്നുള്ളതേ ഉള്ളൂ. 2 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാനും പാടില്ല. ഇനി ചിലർക്ക് നമ്മൾ അച്ചാറുകൾ, പിക്കിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ സാധാരണ സിന്തറ്റിക് ആയിട്ടുള്ള വിനെഗർ ഉപയോഗിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ നാവിലും പുണ്ണ് രൂപത്തിലും ഒക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുക എന്നുള്ളത്. നല്ലൊരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ തന്നെ ആപ്പിൾ സിഡർ വിനെഗറിൽ തന്നെ നിങ്ങൾ വളരെ മാർക്കറ്റിൽ പല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. വളരെ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടുന്ന ഒരെണ്ണമുണ്ട്. അത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ ഉപയോഗിക്കരുത്. ഇത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.